നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളൊരു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ EPFO അംഗമാണോ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ജോലി മാറുമ്പോൾ PF അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളവർക്ക് ഇത് ഇരട്ടി സന്തോഷം നൽകുന്ന വാർത്തയാണ്. EPFO റൂളുകൾ ഇപ്പോൾ കൂടുതൽ ലളിതമായിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം PF അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിലാണ്. മുൻപ് ജോലി മാറുമ്പോൾ പഴയ കമ്പനിയുമായി ബന്ധപ്പെട്ട PF ഓഫീസിൽ നിന്നുള്ള അനുമതിക്ക് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് പലപ്പോഴും കാലതാമസത്തിന് ഇടയാക്കാറുണ്ട്. എന്നാൽ ഇനി ആ കടമ്പയില്ല. EPFO പുതിയൊരു സോഫ്റ്റ്വെയർ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈനായി ഫോം 13 ഉപയോഗിച്ച് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാൽ പഴയ ഓഫീസിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലാതെ തന്നെ പ്രോസസ്സ് മുന്നോട്ട് പോകും. ഇത് കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കും. ഏകദേശം 1.25 കോടി ജീവനക്കാർക്ക് ഓരോ വർഷവും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നത്. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അഥവാ UAN വളരെ എളുപ്പത്തിൽ കിട്ടാനുള്ള സൗകര്യവും ഇതിനൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളും മറ്റും വിവരങ്ങളും ഉപയോഗിച്ച് UAN എളുപ്പത്തിൽ ലഭ്യമാക്കാനുള്ള സംവിധാനം വന്നിട്ടുണ്ട്. അടുത്തിടെ UMANG ആപ്പ് വഴി നിങ്ങളുടെ മുഖം തിരിച്ചറിഞ്ഞ് ആധാറുമായി ബന്ധിപ്പിച്ച് UAN ആക്ടിവേറ്റ് ചെയ്യാനുള്ള സൗകര്യവും EPFO അവതരിപ്പിച്ചിരിക്കുന്നു. ഓൺലൈനായി PF പണം പിൻവലിക്കാൻ വേണ്ടിയിരുന്ന ക്യാൻസൽ ചെയ്ത ചെക്കോ അല്ലെങ്കിൽ തൊഴിലുടമയുടെ അനുമതിയോ ഇപ്പോൾ ആവശ്യമില്ലാതായിരിക്കുന്നു. ഇതും നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ സഹായിച്ചു. അധികം വൈകാതെ PF പണം ATM വഴി പിൻവലിക്കാനുള്ള സൗകര്യം വന്നേക്കാം. EPFO അത്തരമൊരു ആലോചനയിലാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ വരുന്നതോടെ EPFO സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാകും. ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനും കാലതാമസം ഒഴിവാക്കാനും ഇത് സഹായിക്കും. നിങ്ങളുടെ PF അക്കൗണ്ടും UAN-ഉം എപ്പോഴും അപ്ഡേറ്റ് ആയി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നന്ദി.